ഇനിയും സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങോട്ടേക്ക് വലിയ വാഹനങ്ങളൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയൊരു JCB ആണ് ഈ ഭാഗത്ത് പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ ആശ്വാസകരമായിട്ടുള്ള കാര്യം, ആശുപത്രിയിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സന്ധ്യയെ പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. അവരെ ഇനി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന ഒരു വാർത്തയാണ്. സന്ധ്യയെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ജെയിൻ കേൾക്കാം, പറഞ്ഞോളൂ. സന്ധ്യയെ പുറത്തെടുത്തു എന്നുള്ളത് വരെ മനസ്സിലായി. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പുറത്തേക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു സൂചന, പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സാധ്യതയാണ് നൽകുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ പുറത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസും അടക്കം ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യം ആളെ പുറത്തെടുക്കാൻ കഴിയും. സന്ധ്യ പുറത്തെടുത്തു. ഇപ്പൊ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ആരെയും കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇപ്പൊ ഇമ്മീഡിയറ്റ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇപ്പൊ ഡോക്ടർ നമുക്ക് പരിശോധിച്ചിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് അടിമയിലേക്ക് തന്നെ എത്തിക്കേണ്ടി വരും. താലൂക്ക് ആശുപത്രി എത്തിയതിനു ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവിടെ വിദഗ്ധ ചികിത്സ ആവശ്യമായിട്ട് വരും. ഏത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമായതെല്ലാം ചെയ്യും, ഇമ്മീഡിയറ്റ് ചെയ്യും. നിലവിൽ അവരുടെ കാലിന് മാത്രമുള്ള ഒരു പരിക്കുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. ഏകദേശം 4 മണിക്കൂറായല്ലോ. വേറെ കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല. സന്ധ്യയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അവരെ എത്രയും പെട്ടെന്ന് അവർക്ക് വൈദ്യസഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സന്ധ്യയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് 5 മണിക്കൂറോളം അവർ ഇതിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കാലുകൾക്ക് കാര്യമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. അതൊഴിച്ചാൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സന്ധ്യയെ ഉടൻ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയും. ഇവിടെ നിന്ന് 1.5 കിലോമീറ്ററാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ദൂരം. അപ്പോൾ അങ്ങോട്ടേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുടെ അടക്കം സേവനം ഇവിടെയും ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ആശങ്കപ്പെടുത്തുന്നത് ബിജുവിൻ്റെ കാര്യമാണ്. ബിജുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അപ്പം 5 മണിക്കൂർ നേരമായി നമ്മൾ കാത്തിരുന്ന ഒരു വിവരമാണ് പുറത്തേക്ക് പറയുന്നത്. ഈ 2 പേരാണ് ഈ മൺകൂനയിൽ കുടുങ്ങിക്കിടന്നത്. അതിൽ സന്ധ്യ, ബിജുവും ഭാര്യ സന്ധ്യയുമായിരുന്നു. സന്ധ്യയെ നമ്മൾക്ക് ജീവനോടുകൂടി പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ സന്ധ്യയെ കൊണ്ടുപോവുകയാണ്. സന്ധ്യയുടെ കാലിനാണ് ഗുരുതര പരിക്കെന്നാണ് അറിയുന്നത്. അതേസമയം ബിജുവിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ രക്ഷാദൗത്യ സംഘം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ പുറത്തെത്തിച്ചു എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ജയൻ, തുടർന്നോളൂ. NDRFന്റെ അടക്കം രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിക്കേറ്റ് ഏതാണ്ട് 5 മണിക്കൂറോളം ആ കെട്ടിടത്തിന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന സന്ധ്യയെ ഇപ്പോൾ പുറത്തേക്ക് എടുത്തിരിക്കുന്നു. അവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 100-300 മീറ്റർ കാൽനടയായി നടന്നാൽ മാത്രമേ ദേശീയപാതയിലേക്ക് എത്താൻ കഴിയൂ. ദേശീയപാതയിലേക്ക് എത്തിച്ചതിന് ശേഷം ഏതാണ്ട് 1.5 കിലോമീറ്ററാണ് അടിമാലിയിലേക്കുള്ള ദൂരം. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകാൻ കഴിയും എന്നുള്ളതാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി വിദഗ്ധ ചികിത്സ ആവശ്യമാണെങ്കിൽ കൊണ്ടുപോകാൻ കഴിയുന്നത് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രി, അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ചെറുതോണിയിലെ ഇടുക്കി മെഡിക്കൽ കോളേജ്, ഈ 2 സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തൊട്ടടുത്തേക്ക് തന്നെ ആംബുലൻസ് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിൽ അവരെ കയറ്റാൻ കഴിയും എന്നാണ്, കയറ്റുകയാണ്. ഉടൻ തന്നെ അവരെ അധികം വൈകാതെ തന്നെ വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിയും. ഏതാണ്ട് 2-3 മിനിറ്റിനകം അങ്ങോട്ടേക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ബിജു ആണ് ആ കെട്ടിടത്തിൻ്റെ ഉള്ളിലുള്ളത്. ബിജുവിനെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ ആശങ്കയുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ആശങ്ക അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ബിജുവിനെ പുറത്തെടുക്കാനുള്ള ശ്രമം ഇപ്പോഴും രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.